നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് വിഭാഗം മേധാവി പി വിജയന്റെ പരാതി. തനിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്ന് വിജയൻ DGPക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. DGPക്ക് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറി. PV അൻവർ MLA അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ DGP S ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിക്ക് മുന്നിലാണ് അജിത് കുമാർ P വിജയനെതിരെ മൊഴി നൽകിയത്. P വിജയന് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ADGPയുടെ മൊഴിയാണിത്. എന്നാൽ സുജിത് ദാസ് ഇക്കാര്യം നിഷേധിച്ചു. നേരത്തെ MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ P വിജയനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കോഴിക്കോട്ട് ട്രെയിനിൽ തീവെച്ച സംഭവത്തിൽ പ്രതിയുടെ വിവരങ്ങൾ ചോർത്തി എന്ന കാരണത്താലായിരുന്നു അന്വേഷണ വിധേയമായുള്ള സസ്പെൻഷൻ. 2023 അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ. പിന്നീടുള്ള അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയതോടെയാണ് അദ്ദേഹം സർവീസിൽ തിരിച്ചെത്തുന്നത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തള്ളിയ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിനായാണ് പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവമ്പാടി ദേവസ്വം ബോർഡിനെ പേരെടുത്ത് വിമർശിച്ചാണ് അജിത് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. അതേസമയം പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഇതുവഴി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചതും ഏത് പാർട്ടിയാണെന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചിലർ തത്പര കക്ഷികളുമായി ചേർന്ന് പൂരം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന ലക്ഷ്യവുമായാണ് പൂരം കലക്കാൻ ശ്രമിച്ചതെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. അതേസമയം ഗൂഢാലോചന നടത്തിയ തൽപര കക്ഷികൾ ആരാണെന്നോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നോ റിപ്പോർട്ടിൽ പറയുന്നില്ല. എന്നാൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, RSSന്റെ പ്രമുഖ നേതാവ് എന്നിവരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി കാര്യങ്ങൾ ഉന്നയിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും പോലീസ് നിയമപരമായ ഇടപെടൽ മാത്രമാണ് ഇക്കാര്യത്തിൽ നടത്തിയതെന്നുമാണ് റിപ്പോർട്ടിലെ മറ്റൊരു ഭാഗം. എന്നാൽ ഈ റിപ്പോർട്ട് സർക്കാർ തള്ളുകയും മറിച്ചൊരു ത്രിതല അന്വേഷണത്തിന് ഉത്തരവിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. IG ആയിരുന്നപ്പോൾ P വിജയൻ സസ്പെൻഷനിലേക്ക് പോകാൻ കാരണം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നപ്പോൾ MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ്. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു P വിജയൻ നടപടി നേരിട്ടത്. ആ നടപടിക്ക് പിന്നാലെ അതേക്കുറിച്ച് അന്വേഷിച്ച് അച്ചടക്ക നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തിയെങ്കിലും MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് P വിജയനെ സർവീസിലേക്ക് തിരിച്ചെടുത്തത്. പിന്നീട് അദ്ദേഹത്തിന് ഇന്റലിജൻസ് ADGP ആയി പ്രമോഷൻ നൽകി. ഇതിനുശേഷമാണ് ഗുരുതരമായ മറ്റൊരു ആരോപണവുമായി MR അജിത് കുമാർ രംഗത്ത് വരുന്നത്. DGPക്ക് MR അജിത് കുമാർ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകിയിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.